Boche Gold and Diamonds. Buy now, pay later. അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ സർക്കാരിന്റെ ഉത്തരവ് വന്നെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് പെട്ടെന്ന് നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് അദ്ദേഹം വിഷയം ഉന്നയിച്ചത്. ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു അഭിപ്രായ പ്രകടനങ്ങൾ മാത്രം വന്നുകൊണ്ട് ഒരു കാര്യം ഫലപ്രദമായി നടത്താൻ കഴിയില്ല. അപ്പൊ അതിന്റെ വ്യക്തമായ ഒരു ഉത്തരവുകളോ അനുബന്ധമായ കാര്യങ്ങളോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പരാതി പറയൽ പരസ്പരം പരാതികൾ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അപ്പൊ അതിനൊരു വ്യക്തമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുവാനും ആ നടപടിക്രമങ്ങൾ നല്ല രീതിയിൽ പാലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ നമ്മുടെ ഉദ്യോഗസ്ഥർക്കും കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗത്തിൽ തെരുവുനായ് ശല്യം, അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യൽ, അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിക്കൽ, ജൽജീവൻ മിഷൻ പൈപ്പുകൾ പൊട്ടുന്നത് മൂലമുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജനവാസ മേഖലകൾക്ക് ഭീഷണിയായി തുടരുന്ന കല്ല് മണ്ണ് ഖനനം തടയാൻ കർശന നടപടി വേണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളയൂരും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സലയും ആവശ്യപ്പെട്ടു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP മണി, V ജമീല ടീച്ചർ, TV നിഷ, K ശശിരേഖ, തഹസിൽദാർ T സുജിത്, ഡെപ്യൂട്ടി തഹസിൽദാർ K കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.